ഗുഡ് മോർണിംഗ്. ക്രേസി കപ്പിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോഴേ നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷന്റെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോൾ, ഇപ്പൊ അഫർമേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ്, മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ശരിയായിട്ടുള്ള റിസൾട്ട് നമുക്കറിയാലോ. ലോ ഓഫ് അട്രാക്ഷൻ എങ്ങനെയാണ് നമ്മളിൽ പ്രവർത്തിക്കുക എന്നുള്ളത്. അതായത് നമ്മുടെ തന്നെ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യുക, പോസിറ്റീവ് ആക്കി മാറ്റുക. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ, ഉപബോധ മനസ്സിലേക്ക് നമ്മളിങ്ങനെ നട്ട് പാകി കൊടുക്കുക. അതിനെ അങ്ങനെ വളർത്തി 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 കൊണ്ടുവരുമ്പോൾ ആ ചിന്തകൾക്കനുസരിച്ചിട്ടുള്ള ഒരു തരംഗം നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രപഞ്ചത്തിലേക്ക് പോയി അതിന് തക്കവണ്ണം മാച്ചായിട്ടുള്ള നല്ല അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമാകും. ഇത് പറയുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷെ നോർമൽ കേസിൽ നമ്മളിത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു അഫർമേഷൻ പറയുകയാണെന്ന് വെച്ചാൽ അത് ഫീൽ ചെയ്തുകൊണ്ട്, നമ്മൾ വെറുതെ ഇങ്ങനെ കാണാപ്പാഠം പഠിക്കുവോ അല്ലെങ്കിൽ വെറുതെ നമ്മൾ പേപ്പർ വായിച്ചു പോകുന്ന പോലെ ഒന്നും അല്ലല്ലോ. അപ്പൊ അതിന്റെ ഫീലിങ്സ് നമ്മൾ കൊടുത്തുകൊണ്ട് യഥാർത്ഥത്തിൽ അത് നടന്നു അല്ലെങ്കിൽ അത് കിട്ടി, ആ ഒരു സന്തോഷത്തെ നമ്മൾ ഫീൽ ചെയ്ത് വേണം അത് പറയാനായിട്ട്. പക്ഷെ ഇത് പറയുമ്പോഴും ചിലപ്പോഴൊക്കെ സംശയം അല്ലെങ്കിൽ പേടി, അങ്ങനെയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾ, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള മെഡിറ്റേറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണെങ്കിലും പലതരം വേണ്ടാത്ത ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു. ഇതിനെന്താണ് ഒരു പരിഹാരം? എങ്ങനെ ഈ അമിതമായിട്ടുള്ള ചിന്തകൾ കാടുകൂട്ടുന്നതിനെ ചിന്തകൾ കൂടുകൂട്ടുന്നതിനെ എങ്ങനെ നമുക്ക് അതിനെ തടയാം എന്നൊക്കെ ഉള്ളതിന്റെ ഒരു സൊല്യൂഷനാണ് ഇന്നത്തെ വീഡിയോ. വലിയ കാര്യങ്ങളൊന്നുമില്ല, രണ്ട് കാര്യങ്ങളെ പറയാനുള്ളൂ അതിനകത്ത്. ആദ്യം തന്നെ ചിന്തകളെ ഇല്ലാതാക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ, ചിന്തകളെ നിരീക്ഷിക്കുക. ചിന്തകളെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിക്കുക. അപ്പൊ വിചാരിക്കും, ഇത് എന്ത് ഭ്രാന്തായി പറയണേ, അമിതമായിട്ടുള്ള ചിന്തകൾ, നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതെയാക്കാനാണ് ശ്രമിക്കുന്നത്, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ അത് തന്നെയല്ലേ വരുള്ളൂ എന്ന്, അല്ലെ? അങ്ങനെയല്ല. നമ്മൾ ഒരു ദിവസം രാവിലെ തുടങ്ങി രാത്രി വരെ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. മനുഷ്യന്റെ തലച്ചോറ് അങ്ങനെയാണ്. ഒരു സെക്കൻഡിൽ തന്നെ എത്ര അനേകമായിരം ചിന്തകളാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ അതിനെ കുറേ ചിന്തകളെ നമ്മൾ തന്നെ ബോധപൂർവം സൃഷ്ടിച്ചെടുക്കുന്നത് കൊണ്ട്, അറിയാതെയൊക്കെ നമ്മൾ വേണ്ടാന്ന് വിചാരിച്ചിട്ട് ചില ചിന്തകൾ സന്ദർഭവശാൽ കടന്നു വരുന്നതുകൊണ്ട്. അപ്പൊ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, എപ്പോഴും നമുക്കൊരു ബുക്കും പേനയും കയ്യിൽ കൊണ്ടുനടക്കാനൊന്നും സാധിച്ചു എന്ന് വരില്ല. ഇപ്പൊ കിച്ചണിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണെങ്കിലും, ഓഫീസിൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പൊ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ ക്ലാസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ എന്തെങ്കിലും ഒരു ചിന്തകൾ വന്നാൽ ഉടനെ പോയി ബുക്കും പേനയും എടുത്ത് നമുക്ക് എഴുതി വെക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നിങ്ങൾ അതിനെ ഒന്ന് ഒബ്സർവ് ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തകൾ വന്നതെല്ലാം നിങ്ങൾ നിരീക്ഷിക്കുക. എന്നിട്ട് സമയം കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ജോലിയൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ അന്ന് വൈകിട്ട് വീട്ടിൽ വന്ന എല്ലാ ജോലിയും കഴിഞ്ഞ് രാത്രിയിൽ നിങ്ങൾ ഒരു ബുക്കും പേനയും എടുക്കുക. രാവിലെ തുടങ്ങി നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുള്ള ഓരോ ചിന്തകളും നിങ്ങൾ അതിൽ കുറിച്ചു വെക്കുക. ഏറ്റവും ഷോർട്ടായിട്ട് കുറിച്ചാൽ മതി. ഇപ്പൊ ഒരു ജോലിയുടെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ ജസ്റ്റ് ജോലി എന്ന് മാത്രം. വീട് എന്ന് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ വീട് എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള ചിന്തകളായിരിക്കും ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വരുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്തിനെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ അപ്പൊ നമുക്കത് റീകളക്ട് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ഓർമ്മശക്തിയും കൂടി അത് വർദ്ധിപ്പിക്കും. കാര്യങ്ങൾ നമ്മളിങ്ങനെ റിവൈൻഡ് ചെയ്ത് എടുക്കുകയാണ്. രാവിലെ തുടങ്ങി ഈ നിമിഷം വരെ ഞാൻ എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു എന്നുള്ളത് മുഴുവൻ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നു. ഓരോന്നും നമ്മൾ എഴുതി വെക്കുന്നു, പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട്. ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, അതിന് നേരെ അത് ചിന്തിച്ചപ്പോൾ, ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് വന്ന ഇമോഷൻ എന്താണ്, നിങ്ങളുടെ ഫീലിംഗ് എന്തായിരുന്നു എന്നുള്ളത് അവിടെ കുറിച്ചു വെക്കുക. ഉദാഹരണത്തിന്, ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ ദിവസം ചിന്തിച്ചത് വീട് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഇപ്പൊ നിങ്ങൾ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പൊ വാടക ഇങ്ങനെ കൊടുക്കണം, ഓരോ മാസം എത്ര പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നേ, ഒരു സ്വന്തമായിട്ടൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ എന്നാണോ ഇനിയൊരു വീട് എന്നുള്ളതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചത്. പക്ഷെ അത് ചിന്തിച്ചപ്പോൾ ചിന്ത വീട് എന്നുള്ളതിനെ കുറിച്ചാണെങ്കിലും വന്ന ഇമോഷൻ എന്താണ് എന്നുള്ളത് നിങ്ങൾ നോക്കുക. നിങ്ങൾക്കൊരു സന്തോഷമാണോ, ടെൻഷനാണോ, ഭയമാണോ, എന്താണ് നിങ്ങൾക്ക് അവിടെ വന്നത്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ വന്നിട്ടുള്ളത്
തീർച്ചയായിട്ടും ഒരു ടെൻഷനാണ് അല്ലെ. ടെൻഷൻ അല്ലെങ്കിൽ ഒരു ഭയമാണ് അവിടെ വന്ന ഇമോഷൻ. എന്താ കാരണം? വീട് ഒരെണ്ണം വേണം, കാരണം എത്ര നാളെ ഇങ്ങനെ വാടക കൊടുത്ത് കഴിയും, എത്ര പൈസ കയ്യിൽ നിന്ന് പോവുക എന്നുള്ള ഒരു ടെൻഷൻ തന്നെയാണ് അത് ചിന്തിച്ചപ്പോൾ അവിടെ വന്നത്. അപ്പൊ ആ വീട്, അതിന്റെ നേരെ നമ്മൾ ടെൻഷൻ അല്ലെങ്കിൽ ഭയം, സ്ട്രെസ്, ആൻഷൈറ്റി എന്താണോ അത് കൊടുക്കുക. എന്നാൽ ചില വ്യക്തികൾ അങ്ങനെയല്ല. നമുക്ക് വീട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും എനിക്ക് അടിപൊളിയായിട്ടൊരു വീട്, എൻ്റെ ഒരു ഡ്രീം ഹോം എന്ന് പറയുന്നത് ഇങ്ങനെയാണത് ഞാൻ സാധിച്ചെടുക്കും ഉറപ്പായിട്ടും. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ, ലോ ബഡ്ജറ്റ് ഹോംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കും എല്ലാവർക്കും സാധിക്കുമെങ്കിൽ നമുക്കും സാധിക്കും എന്ന രീതിയിലാണ് എങ്കിൽ, അങ്ങനെയായിരുന്നു നിങ്ങൾ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് വന്ന ഇമോഷൻ. രണ്ടും സബ്ജക്റ്റ് നോക്കിക്കേ, വീട് എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഇമോഷൻ, ഫീലിംഗ് രണ്ടും വ്യത്യസ്തമായി. ചില വ്യക്തികൾ അതേക്കുറിച്ച് ഭയപ്പാടോടുകൂടി അല്ലെങ്കിൽ ടെൻഷനോടുകൂടി സമീപിക്കുമ്പോൾ, ചില ആളുകൾ ഒരു പ്രതീക്ഷയോടുകൂടി, ഒരു സന്തോഷത്തോടു കൂടിയാണ് അതിനെ കാണുന്നത്. അപ്പൊ ഇമോഷൻ എന്താണ് എന്നുള്ളത് അതിന് നേരെ നിങ്ങൾ കുറിച്ചു വെക്കുക. ഇങ്ങനെ നിങ്ങളുടെ ഓർമ്മയിൽ നിന്നും ചെകഞ്ഞെടുത്ത കാര്യങ്ങൾ, ഇനി ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല, വീട്ടമ്മമാരായിട്ടിരിക്കുന്നവരാണെങ്കിൽ വീട്ടമ്മമാർക്കാണെങ്കിലും വീട്ടിൽ ഇഷ്ടംപോലെ ജോലികളുണ്ട്. അപ്പൊ ഇതിനിടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേഗം പോയിട്ടൊന്ന് കുറിച്ചു വെക്കാൻ പറ്റും. ഒരു ഡയറിയിലോ ഒരു ബുക്കിലോ നിങ്ങൾക്ക് ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട്, ഇന്നത്തെ ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് നിങ്ങൾക്കത് എഴുതി വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയോ? രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ബുക്ക് നിങ്ങളുടെ കയ്യിൽ എടുക്കണം. അതെടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ 10 എണ്ണാവും, ചിലപ്പോൾ 20 എണ്ണാവും, ചിലപ്പോൾ 30 എണ്ണാകും. നമ്മൾ എഴുതി വെച്ചിട്ടുള്ള, ഓർമ്മയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുള്ളത്, അതിന് നേരെയുള്ള ഇമോഷൻസും നമ്മൾ എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാ ഇമോഷൻസ് എന്ന് പറയുന്നത്? സ്നേഹം, സന്തോഷം, കൗതുകം, ഭയം, ടെൻഷൻ, സ്ട്രെസ്, നിരാശ, കരച്ചിൽ, ഇങ്ങനെയുള്ള കുറേ ഇമോഷൻസ് ഉണ്ടാവും നമുക്ക്. ചിരി, ഇതെല്ലാം ഉണ്ടാവും. അതെല്ലാം നമ്മൾ എഴുതിയും വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോസിറ്റീവായ വികാരങ്ങൾക്ക് നേരെ, ഇമോഷൻ അല്ലെങ്കിൽ ആ ഫീലിങ്സിന് നേരെ നിങ്ങൾ ശരിയിടുക, ടിക്ക് മാർക്ക് ചെയ്യുക. നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങൾക്ക് നേരെ നിങ്ങൾ ഇൻറ്റു മാർക്ക് ഇട്ട് വെക്കുക. അപ്പൊ ഏതൊക്കെയാണ് പോസിറ്റീവ് വികാരം, ഏതൊക്കെയാണ് നെഗറ്റീവ് വികാരം നമുക്ക് അറിയാലോ അല്ലെ. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞതിൽ സ്നേഹം, സന്തോഷം, പിന്നെ എന്താണ്, ദയ, കരുണ, പ്രതീക്ഷ, ഇതെല്ലാം പോസിറ്റീവ്. ചിരി, സന്തോഷം, സമാധാനം, ഇതെല്ലാം പോസിറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളാണ്. നെഗറ്റീവാണ് ഞാൻ പറഞ്ഞ പേടി, സ്ട്രെസ്, ടെൻഷൻ, ആൻഷൈറ്റി, അല്ലെങ്കിൽ പിന്നെ എന്താണ് ഈ പറയുന്ന നിരാശ, വിഷാദം, ഇതെല്ലാം, കരച്ചില്, ഇതെല്ലാം എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ളതാണ്. ദേഷ്യം, വെറുപ്പ്, ഇതെല്ലാം നെഗറ്റീവാണ്. അപ്പൊ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതിനനുസരിച്ച് ടിക്ക് മാർക്കും ഇൻറ്റു മാർക്കും കൊടുക്കുക. എന്നിട്ട് നമ്മൾ തന്നെ ഒരു മാർക്ക് കൊടുക്കുക. എത്ര ശരി കിട്ടിയെന്ന് നോക്കുക. ഇപ്പൊ നിങ്ങൾ 30 എണ്ണമാണ് അന്നത്തെ ദിവസം എഴുതി വെച്ചതെങ്കിൽ 30ൽ എത്ര ടിക്ക് നിങ്ങൾക്ക് കിട്ടിയെന്ന് നോക്കുക. ചിലർക്ക് 5 ആയിരിക്കും, ചിലർക്ക് 8 ആയിരിക്കും, ചിലർക്ക് 20 ആയിരിക്കും. ഇങ്ങനെ ഒരു സെൽഫ് എക്സാമിനേഷൻ നമ്മൾ നടത്തണം. ഇങ്ങനെ ഒരു ദിവസം നടത്തിയാൽ പോരാ കേട്ടോ. ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്തു, നാളെ നമ്മളിത് ചിന്തിക്കുമ്പോൾ, ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും തലേ ദിവസം ചെയ്തു വെച്ച കാര്യം നമ്മുടെ ബ്രെയിനോട് സബ് കോൺഷ്യസ് മൈൻഡ് പറയും, ദേ ഇവളുണ്ടല്ലോ, ഇവളിങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഇതിന്റെ നേരെയുള്ള ഇമോഷൻ കാര്യങ്ങളൊക്കെ ഇന്നലെ ടിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മുടെ തലച്ചോറിലേക്ക് ആ ഒരു നിർദ്ദേശം കൊടുക്കും. ഉടനെ നമ്മുടെ ചിന്ത നോക്കിക്കോ, തലേ ദിവസം നിങ്ങൾക്ക് എത്ര ടിക്ക് മാർക്ക് കിട്ടിയോ അതിനേക്കാൾ കൂടുതലായിരിക്കും പിറ്റേ ദിവസം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ തലേ ദിവസം എത്ര ഇൻറ്റു മാർക്കാണോ അതിനേക്കാൾ കുറവെണ്ണമായിരിക്കും പിറ്റേ ദിവസമുള്ളൂ. കാരണം നമ്മൾ ചിന്തകളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ബോധപൂർവം അവിടുന്ന് ഒരു മെസ്സേജ് വന്നു, ഈ ഒരു ഇമോഷൻ അല്ല ഇവിടെ വേണ്ടത്. ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് നമുക്ക് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം അവിടെ വർക്കൗട്ട് ചെയ്യും. അങ്ങനെ അങ്ങനെ ക്രമേണ ദിവസങ്ങൾ ചെല്ലുന്തോറും ആദ്യം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് എത്രയാണോ അതിനേക്കാൾ കൂടുതൽ 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 മാർക്കുകൾ, ശരി ടിക്ക് മാർക്ക് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ല എങ്കിൽ ചിന്തകളുടെ, വേണ്ടാത്ത ചിന്തകളുടെ എണ്ണം കുറഞ്ഞു, അതായത് ദാറ്റ് മീൻസ് നമ്മുടെ ഇൻറ്റു മാർക്കിന്റെ എണ്ണം കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്. അമിതമായിട്ടുള്ള അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ ഇല്ലാതെയാക്കാൻ നമ്മൾ പറയും സാധാരണ, അത് ചിന്തിക്കാതിരുന്നാ പോരെ. ഓക്കെ, ഈ ചിന്തിക്കുമ്പോഴല്ലേ ടെൻഷൻ വരണേ, അതങ്ങ് ചിന്തിക്കാതിരുന്നൂടെ എന്ന്. പക്ഷെ നിങ്ങൾ അങ്ങനെ നോക്കിയേ, ചിന്തിക്കാതിരുന്ന് നോക്കിക്കേ, ചിന്തിക്കാതിരിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ കഠിനമായിട്ട് നമ്മൾ ശ്രമപ്പെട്ടൊരു കാര്യം ചെയ്തു നോക്കിയാൽ അത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും. അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ.
എന്ന് വിചാരിക്കുമ്പോൾ ആ വേണ്ടാട്ടോ എന്ന് പറയുന്ന കാര്യവും നമ്മൾ ചിന്തിച്ചത് കൊണ്ടാണല്ലോ അതങ്ങനെ വേണ്ടാന്ന് പറയാൻ കാരണം. അപ്പൊ അത് നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും വീണ്ടും വരും. അപ്പൊ ഏറ്റവും നല്ലത് നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതെയാക്കാൻ നെഗറ്റീവ് ചിന്തകളെ തന്നെ നിരീക്ഷിക്കുക. ആ നിരീക്ഷിച്ചതിന് ശേഷം അതിന്റെ വരുന്ന ഇമോഷൻ എന്താന്ന് മനസ്സിലാക്കുക. ഈ ഇമോഷൻ നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണെന്ന് തിരിച്ചറിയുന്നു. ഇനി അടുത്തത് എന്താ? അതാണ് ഞാൻ രണ്ടാമത്തെ കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. രണ്ടാമത് നമുക്ക് വേണ്ട എന്നുള്ളത് മനസ്സിലായി അല്ലെ? ഇനി എന്ത് ചെയ്യാൻ പറ്റും? അതാണ് ബോധപൂർവം, മനഃപൂർവം അറിഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ട ചിന്തകളെ പ്രതിഷ്ഠിക്കുക, റീപ്ലേസ് ചെയ്യുക എന്ന് പറയും. ഡെലിബറേറ്റ്ലി, കോൺഷ്യസ്ലി നമ്മൾ എന്ത് ചെയ്യുന്നു? വേണ്ടാത്ത ചിന്തകളെ പതിയെ അങ്ങ് തള്ളി മാറ്റി ആ സ്ഥാനത്ത് വേണ്ട ചിന്തകളെ കൊണ്ടുവന്ന് മനഃപൂർവ്വം നമ്മൾ അവിടെ ചിന്തിപ്പിക്കുന്ന ഒരു പ്രോസസ്സാണ് രണ്ടാമത് ചെയ്യേണ്ടത്. ഇത്ര മാത്രം ചെയ്താൽ മതി. അതും നമുക്ക് സാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഒരു വാടക വീട്ടിൽ കഴിയുന്ന ഒരാളാണ്, കുറേ വർഷങ്ങളായി ഇങ്ങനെ വാടക തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അത്രയും ഉണ്ടായിരുന്നെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളതിലേക്ക് നോക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോ ആ വീട് എന്ന് പറയുന്നതാണ് വേണ്ടത്. സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത് വീടാണ്, പുതിയൊരു വീടാണ്. പക്ഷെ ചിന്തകൾ വരണത് മുഴുവൻ എത്ര നാളായി ഇങ്ങനെ വാടക കൊടുക്കണം, എത്ര പൈസ കയ്യിൽ നിന്ന് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത. ഈ ചിന്തയല്ല നമുക്ക് ആവശ്യം. ഇത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നാളെയും ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ ചിന്തയെ ഞാനങ്ങ് മാറ്റിവെക്കുന്നു. അടുത്തത്, എൻ്റെ ഇൻകത്തിന്റെ ലെവൽ അനുസരിച്ചുകൊണ്ട് എന്തൊക്കെ മാർഗങ്ങളുണ്ട്? ആദ്യം തന്നെ ഒരു ചെറിയൊരു വീട് എൻ്റെ വരുമാനത്തിനനുസരിച്ച്, എൻ്റെ ഓൺ ഫണ്ടിനനുസരിച്ച്, അല്ലെങ്കിൽ എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ എനിക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് സ്ഥലമാണെങ്കിൽ സ്ഥലം, ഇല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ, ഗോൾഡ് ആണെങ്കിൽ ഗോൾഡ്, ഇല്ലെങ്കിൽ വരുമാനമാണെങ്കിൽ, ഇല്ലെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയിലുള്ള ഒരു ഇൻകം, ഇപ്പോൾ ഉള്ള ഇൻകം സഫിഷ്യന്റ് അല്ല എങ്കിൽ എക്സ്ട്രാ വരുമാന മാർഗങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ചിന്തിക്കും. അപ്പൊ അത് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കൂടുതൽ പണം നമ്മളിലേക്ക് വരുന്ന കാര്യത്തെക്കുറിച്ചും മാർഗങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നു. യൂട്യൂബിൽ നമ്മൾ ലോ ബഡ്ജറ്റ് ഹോംസ് തിരയുന്നു. എത്ര ഇല്ലാത്ത ആളുകളും എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടിയും ഒരു വീട് വെക്കാം എന്നുള്ള ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിലേക്ക് കൊടുക്കുന്നു. നോക്കിക്കേ, ആദ്യത്തെ ആ ചിന്ത മാറി നമുക്ക് വേണ്ട വേണ്ട ചിന്തകളെ നമ്മൾ കൊണ്ടുവന്ന് തുടങ്ങുന്നു. അപ്പൊ ഒരു പ്രതീക്ഷ വരാൻ തുടങ്ങും. ആദ്യത്തെ ആ ടെൻഷനും ഭയപ്പാടും മാറി ചെറിയ ഒരു പ്രതീക്ഷ നമ്മുടെ മനസ്സിൽ മുട്ടിടാനായിട്ട് തുടങ്ങും. ഇത് ഞാനൊരു ഉദാഹരണം മാത്രമാണ് വീടിന്റെ കാര്യം പറഞ്ഞത്. പലർക്കും ജോലിയുടെ കാര്യത്തില്, ആരോഗ്യസ്ഥിതിയുടെ കാര്യത്തില്, എന്നും അസുഖമാണല്ലോ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക്, ഹോസ്പിറ്റലിൽ കൊടുക്കാനേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരിക്കുന്നവർക്ക്, അസുഖത്തെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നവർക്ക് ഇതും ഇതുപോലെ തന്നെ റീപ്ലേസ് ചെയ്ത് ആരോഗ്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളവിടെ കൊണ്ടുവരണം. ഓക്കെ, ഇതിനേക്കാളും കഷ്ടപ്പാടുള്ളവരുണ്ട്. ഈ ലോകത്തെ പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരേ ഇല്ല. അങ്ങനെയുള്ളവരെ നമുക്ക് മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുകയില്ല. നമ്മൾ വിചാരിക്കും അംബാനിക്ക് പോലും ഒരു ജനിച്ച് പൊട്ടി വീണതേ അങ്ങനെ ആയിട്ടല്ലല്ലോ. തീർച്ചയായും അവരുടെ ജീവിതത്തിലും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് പിന്നെ ബെറ്റർ ഓപ്പർച്യൂണിറ്റി അവർ കണ്ടെത്തി പരാജിതനാകാൻ നമ്മൾ തീരുമാനിക്കുമ്പോൾ മാത്രമേ നമ്മൾ പരാജയപ്പെടുകയുള്ളൂ ലൈഫില്. നമ്മൾ പരാജയപ്പെടുന്നില്ല, തോറ്റു കൊടുക്കുന്നില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും തോക്കില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ നോക്കൂ. കാരണം നെഗറ്റീവ് ചിന്ത നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പോസിറ്റീവ് ചിന്തകളെ എങ്ങനെ കൊണ്ടുവരാം എന്ന് ചോദിച്ചാൽ, നെഗറ്റീവ് ചിന്തകളെ നമ്മൾ നിരീക്ഷിച്ചുകൊണ്ട് അത് നമ്മൾ ബോധപൂർവം ആ നെഗറ്റീവ് ചിന്തകളുടെ ഇമോഷൻ വരുമ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് പറയാവുന്നൊരു സ്വിച്ച് വേർഡാണ് ക്യാൻസൽ എന്ന് പറയുന്നത്. അപ്പൊ ജസ്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള എന്ത് ചിന്തകളെ, കാര്യങ്ങളെ കാണേണ്ടി വന്നാലും കേൾക്കേണ്ടി വന്നാലും പറയേണ്ടി വന്നാലും ഉടനെ തന്നെ നിങ്ങൾ ക്യാൻസൽ എന്ന് പറഞ്ഞിട്ട്, ആ ക്യാൻസൽ എന്ന് പറയുമ്പോൾ ആ വാക്കിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. അപ്പോൾ ഉടനെ ചിന്ത നമുക്കറിയാം ഇതല്ല വേണ്ടത്, അടുത്ത വേണ്ട ഒരു ചിന്തയെ നമ്മൾ മനഃപൂർവ്വം അവിടേക്ക് എന്ത് ചെയ്യുക, കൊണ്ടുവരിക. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. താങ്ക് യു.